ഇന്ന് രാവിലെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നോ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തേലും പറഞ്ഞോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ലൈഫിൽ സെൽഫ് ലവ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ലൈഫ് അടുത്തൊരു ലെവലിലേക്ക് മാറും. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എൻഡ് വരെ കാണണേ. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ കഥ നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ എന്ന നാട്ടിലാണ്. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് മീര എന്നായിരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര പെർഫെക്റ്റ്, നല്ല അടിപൊളി ജോലി, നല്ല കുടുംബം, നല്ല സുഹൃത്തുക്കൾ. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൾക്ക് സ്വന്തം മുഖം തീരെ ഇഷ്ടമല്ല. ഒരു തെറ്റ് ചെയ്താൽ അവളെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തും. മറ്റുള്ളവരാരെങ്കിലും പ്രശംസിച്ചാലുണ്ടല്ലോ അവൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നീ നന്നായി ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൾ പറയും, അത് നീ വെറുതെ പറയുന്നതല്ലേ എന്ന് പറയും. കാരണം അവൾ എല്ലാവരെയും സ്നേഹിച്ചു, ഒരാളെ മാത്രം അവൾ സ്നേഹിക്കാൻ മറന്നുപോയി. ആരെയായിരുന്നു? അവൾ അവളെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോയി. അപ്പോൾ ഒരു ദിവസം മീരയുടെ ഓഫീസിൽ എന്നുവെച്ചാൽ ഒരു വലിയൊരു അവസരം വന്നു. പുതിയ പ്രൊജക്റ്റിൻ്റെ ലീഡറായിട്ട് മാനേജർ അവളുടെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കെന്തായാലും ആ ലീഡർ ആവാൻ എനിക്ക് പറ്റില്ല, എന്നെക്കാളും ഒരുപാട് കഴിവുള്ളവർ ഈ ഓഫീസിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവസാനം ആ അവസരം മാനേജർ മറ്റൊരാൾക്ക് നൽകി. അന്ന് രാത്രി അവൾ വീട്ടിലെത്തിയിട്ട് ഒരുപാട് കരഞ്ഞു. ഈ കാര്യം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് അവളോട് തിരിച്ചു ചോദിച്ചു, നീ നിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ നീ നിന്നോട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ആ സുഹൃത്ത് ഇവളോട് ചോദിച്ചു. ആ ഒരു ചോദ്യം അവളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തതെന്ന് പറയാം. അന്ന് മുതൽ അവൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സെൽഫ് ലവ് എന്ന വിഷയത്തെക്കുറിച്ച് അവൾ കൂടുതൽ പഠിച്ചു. അവൾ എന്നും രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഐ ലവ് യു സോ മച്ച്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, ഐ റെസ്പെക്റ്റ് യു. കണ്ണാടിയിൽ നോക്കിയിട്ട് അവളിങ്ങനെ പറയാൻ തുടങ്ങി, നീ ഭയങ്കര സൂപ്പറാണ്, നിന്നെ കാണാൻ ഭയങ്കര സ്റ്റൈലാണല്ലോ, നിൻ്റെ സൗന്ദര്യം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ. അവളങ്ങനെ നിരന്തരം അവളെ നോക്കിയിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യുവർ ബെസ്റ്റ് ഡേയ്സ് ആർ എഹെഡ് ഓഫ് യു. അങ്ങനെ ഓരോ കാര്യങ്ങളും അവളിങ്ങനെ സെൽഫ് ലവ് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം അവളെ തന്നെ ഒന്നും കൂടി ബെറ്ററായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഇത് അത്ര ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൾക്ക് ഒരു റിയലായിട്ട് തോന്നില്ല. എന്നാലും അവൾ വിട്ടില്ല. സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉഷാറായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ വിശ്വാസം വന്നു, ഞാൻ ഭയങ്കര സൂപ്പറാണെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളൊക്കെ വരുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ തെറ്റുകൾ വന്നാൽ അവളെ തന്നെ കുറ്റപ്പെടുത്താണ്ട് അതിൽ നിന്ന് എന്ത് പാഠം പഠിക്കാൻ പറ്റും എന്ന് അവൾ ശ്രമിച്ചു. അങ്ങനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ അവൾ മീറ്റിങ്ങിൽ ഭയങ്കര ആത്മവിശ്വാസത്തോടെ കൂടി സംസാരിക്കാൻ തുടങ്ങി. പുതിയ പുതിയ അവസരങ്ങൾ അവളെ തേടി വരാൻ തുടങ്ങി. സ്വന്തമായിട്ടൊരു ചെറിയ ബിസിനസ് തുടങ്ങി. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളുടെ റിലേഷൻഷിപ്സ് ഒക്കെ മെച്ചപ്പെട്ടു. അപ്പോൾ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയാം? അവൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ജീവിച്ചില്ല. അവൾ സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞു. ഒരു ദിവസം മീര കണ്ണാടിയിൽ നോക്കിയിട്ട് അവളോട് തന്നെ പറഞ്ഞു, എൻ്റെ ജീവിതം മാറിയത് ലോകം മാറിയത് കൊണ്ടല്ല, ഞാൻ എന്നെ കാണുന്ന രീതിയാണ് മാറിയത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണ്ടേ, സെൽഫ് ലവ് എന്നത് സ്വാർത്ഥതയല്ല, അത് നിങ്ങളായി തന്നെ അംഗീകരിക്കുന്നതാണ്. നിങ്ങളുടെ കുറവുകളോടെയും തെറ്റുകളോടെയും നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതാണ് സെൽഫ് ലവ്. നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങുന്ന ദിവസം ലോകവും നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങും. നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്ന ദിവസം അവസരം നിങ്ങളെ തേടി വരും. സെൽഫ് ലവ് ഇല്ലാതെ വിജയം അപൂർണമാണ്. സെൽഫ് ലവ് ഉള്ളപ്പോൾ വിജയം അനിവാര്യമാണ്. സോ ഇന്ന് മുതൽ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയൂ, ഐ ലവ് യു സോ മച്ച്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം ജീവിതം മാറുന്നത് പുറത്തു നിന്നല്ല, അത് നിങ്ങളോടുള്ള ബന്ധം മാറ്റുമ്പോഴാണ്. താങ്ക് യു.